നാരദ രാഘവ സംവാദവും ശ്രീരാമ ഭഗവാന്റെ പട്ടാഭിഷേകത്തിന്റെ ആരംഭവുമാണ് വിശദീകരിക്കാനുള്ളത്. അപ്പൊ തുടരാം. ഹരി ശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ പരമേശ്വരൻ പാർവതീദേവിക്ക് രാധകഥാമൃതം പകർന്നുകൊടുത്തപ്പോൾ ആനന്ദപരവശയായ ദേവി ഭർതൃപാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, നാഥാ, സൂര്യവംശത്തിൽ അവതരിച്ച ജഗന്നാഥനായ ശ്രീരാമദേവന്റെ കഥകൾ രാപ്പകലില്ലാതെ ജീവിതാവസാനം വരെ കേട്ടാലും എനിക്ക് തൃപ്തിയാവുകയില്ല. ഈ കഥ കേട്ട് ആനന്ദിക്കാൻ കഴിയുന്നിടത്തോളം എനിക്ക് മോക്ഷവും വേണമെന്ന് ആഗ്രഹമില്ല. മഹേശ്വരി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ കഥ വീണ്ടും ആവർത്തിച്ചു പറയാൻ തുടങ്ങി. ഒരു ദിവസം ലക്ഷ്മി കാമുകനായ ശ്രീരാമചന്ദ്രൻ സർവാഭരണഭൂഷിതനായി സീതാദേവിയോടൊത്ത് സിംഹാസനത്തിൽ ഇരുന്നരുളുമ്പോൾ നാരദമുനി ഭഗവത് ദർശനത്തിനായി ഭൂലോകത്തിലേക്ക് ഇറങ്ങി വന്നു. നാരദമുനിയെ കണ്ട് സംഭ്രമത്തോടുകൂടി ശ്രീരാമൻ എഴുന്നേറ്റു ജാനകിയോടൊത്ത് ആദരവോടെ സാഷ്ടാംഗ നമസ്കാരം ചെയ്തു. പാദ്യം, ആസനം, ആചമനീയം, അർഘ്യം എന്നിവ സമർപ്പിച്ച് പൂജിച്ചു കഴിഞ്ഞിട്ട് മുനിയുടെ നിർദ്ദേശപ്രകാരം ആസനസ്ഥനായ ശ്രീരാമൻ മന്ദസ്മിതത്തോടെ പറഞ്ഞു, ദയാനിധേ, അങ്ങയുടെ പാദങ്ങളെ ഞാനിതാ വന്ദിക്കുന്നു. ഭൗതിക വിഷയങ്ങളിൽ ബന്ധപ്പെട്ട മനസ്സോടെ ലൗകികന്മാരായ ഞങ്ങൾക്ക് അങ്ങയുടെ പാദകമലം കണ്ടുകിട്ടുക വളരെ ദുർലഭമാണ്. പണ്ടെങ്ങോ ഞാൻ ചെയ്തിട്ടുള്ള പുണ്യകർമ്മങ്ങളുടെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ ദർശനഭാഗ്യം ലഭിച്ചത്. ബ്രഹ്മാവിന്റെ പുത്രനായ മഹർഷി, എന്റെ ജന്മവും ഈ വംശവും രാജ്യവുമെല്ലാം അങ്ങയുടെ ആഗമനത്താൽ ഇന്ന് പരിശുദ്ധമായി. ദയാനിധേ, ഞാൻ എന്തു സേവനമാണ് ചെയ്യേണ്ടതെന്ന് അരുളി ചെയ്യണം. എന്തിനു വേണ്ടിയാണ് അങ്ങ് ഇങ്ങോട്ട് എഴുന്നള്ളിയതെന്ന് അരുളണം. ഈയുള്ളവൻ മടയനാണെങ്കിലും അങ്ങയുടെ കാരുണ്യമുണ്ടെങ്കിൽ എന്തു കാര്യവും സാധിച്ചു തരുന്നുണ്ട്. ഇതു കേട്ടിട്ട് നാരദ മഹർഷി ഭക്തവത്സലനായ ശ്രീരാമചന്ദ്രനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് സരസമായി പറഞ്ഞു, എന്നെ മയക്കാനായി സാധാരണ ജനങ്ങൾ പറയുന്നത് പോലെ ചാതുര്യമേറിയ വാക്കുകൾ എന്തിനിങ്ങനെ പറയുന്നു? മോഹകമായ വാക്കുകൾ കൊണ്ട് എന്നെ മോഹിപ്പിക്കേണ്ട. എന്നാലും മഹാന്മാർക്ക് പോലും ലൗകികമായ വാക്കുകൾ പറയേണ്ടി വരും. ലോകനാഥ, നീ പറഞ്ഞുവല്ലോ ഞാൻ സംസാരിയാണെന്ന്. അത് സത്യം തന്നെയാണ്. ലോകസ്ഥിതിക്ക് കാരണവും സർവമാതാവുമായ മായാഭഗവതി സർവലോക പിതാവായ നിന്റെ ദിവ്യ ഗൃഹിണിയാണ്. 14 ലോകവും നിന്റെ ഭവനമാണ്. ആ നിലയ്ക്ക് നീ ഗൃഹസ്ഥൻ തന്നെ. നിന്റെ സാന്നിധ്യം മാത്രം കൊണ്ട് മായയിൽ നിന്നും സകല ജീവരാശികളും ജനിക്കുന്നു. ബ്രഹ്മദേവൻ മുതൽ ഉൾക്കുടി വരെയുള്ള ചരാചര ജീവികൾ എല്ലാം നിന്റെ സന്താനങ്ങളാകയാൽ നീ സംസാരി എന്ന് പറഞ്ഞതും ശരിയാണ്. ഇക്കാണായ ലോകങ്ങളിലെ സകല ജന്തുക്കളുടെയും മുഖ്യനായ പിതാവും നീ തന്നെ. സത്യനിഷ്ഠനായ രാമ, പുരുഷവാചകമായി എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നീ തന്നെ. ആകർഷകമായ സ്ത്രീലിംഗ ശബ്ദങ്ങൾ എല്ലാം തന്നെ ജാനകി ദേവിയും ആകുന്നു. നിങ്ങൾ രണ്ടുപേരല്ലാതെ ഈ പ്രപഞ്ചത്തിൽ കാണാനും കേൾക്കാനും മറ്റാരും തന്നെയില്ല. അങ്ങനെയുള്ള നിന്നെ ഏതു വിധത്തിലാണ് സേവിക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. മായയാൽ മറക്കപ്പെട്ടിരിക്കുന്ന അവ്യാകൃതമായ നിന്നിൽ നിന്നും മഹത്തത്വമുണ്ടായി. അതിൽ നിന്നും സൂത്രം ആവിർഭവിച്ചു. അതിൽ നിന്നും സർവാത്മകമായ ലിംഗം ഉണ്ടായി. അഹങ്കാരം, ബുദ്ധി, പഞ്ചപ്രാണങ്ങൾ, ഇന്ദ്രിയ സമൂഹം എന്നിവ ചേർന്നതാണത്. ജനന മരണങ്ങളും സുഖ ദുഃഖങ്ങളും എല്ലാമുള്ള അതിനെ ശുദ്ധാത്മാക്കൾ ജീവൻ എന്ന് പറയുന്നു. അനിർവചനീയവും അനാദിയുമായ അവിദ്യയെ ചിലർ കാരണോപാധി എന്ന് പറയുന്നു. സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നിവ സ്ഥൂലമായ ചിത്തത്തിന്റെ 3 ഉപാധികളാണ്. ഈ ഉപാധികളിൽ നിന്ന് വേർപെട്ട് വിശേഷപ്പെട്ട ഒന്നാണ് ജീവൻ. സകല പ്രപഞ്ചത്തിനും ബിംബമായി എല്ലാത്തിനും മീതെ സാക്ഷിയായി വർത്തിക്കുന്ന തേജോമയമായ പരമാത്മാവാണ് നീ. നിന്നിൽ നിന്നുണ്ടായ ലോകങ്ങളെല്ലാം നിന്നിൽ സ്ഥിതി ചെയ്യുന്നു, ഒടുവിൽ നിന്നിൽ തന്നെ ലയിക്കുന്നു. ഇതെല്ലാം ആലോചിച്ചു നോക്കിയാൽ നിന്റെ ലീലകളാണ്. എല്ലാറ്റിനും കാരണം നീ തന്നെയാകുന്നു. കയറിൽ പാമ്പെന്ന തോന്നൽ ഉളവാക്കുന്നു. യഥാർത്ഥത്തിൽ താൻ പരമാത്മാവ് തന്നെയാണെന്ന് അറിയുമ്പോൾ ജന്മ ഭയവും മരണദുഃഖവും എല്ലാം മാറും. നിന്റെ കഥകളും നാമസങ്കീർത്തനവും കേൾക്കുക കൊണ്ട് ക്രമേണ ഭക്തിയുണ്ടാകും. നിന്റെ പാതാരവിന്ദങ്ങളിൽ അചഞ്ചലമായ ഭക്തി ഉണ്ടാകുമ്പോൾ നിന്നെക്കുറിച്ചുള്ള പൂർണ്ണ ബോധമുണ്ടാകും. ഭക്തിയിലൂടെ ജ്ഞാനസിദ്ധിയുണ്ടായാൽ മോക്ഷം ലഭിക്കുമെന്നുള്ളത് നിശ്ചയമാണ്. നിന്റെ ഭക്തരുടെ ഭൃത്യനായി ഈ അല്പജ്ഞനായ എന്നെ പരിഗണിക്കണം. ലോകനാഥ, മായ കൊണ്ട് മോഹിപ്പിക്കാതെ എന്നെ നിത്യവും അനുഗ്രഹിക്കണമേ. ആനന്ദത്താൽ ഉണ്ടായ കണ്ണുനീരിൽ കുതിർന്ന
നയനങ്ങളോടെ നാരദമുനി വീണ്ടും പറഞ്ഞു, നാഥാ, ബ്രഹ്മദേവന്റെ നിയോഗമനുസരിച്ചാണ് ഞാൻ ഇപ്പോൾ ഇവിടേക്ക് വന്നത്. അങ്ങു രാവണനെ വധിച്ച് ലോകങ്ങളെ രക്ഷിക്കാമെന്ന് ദേവന്മാരോട് അരുളി ചെയ്തതിന് ശേഷമാണ് മനുഷ്യനായി ദശരഥ പുത്രനായി ഇവിടെ വന്നു പിറന്നിരിക്കുന്നത്. എങ്കിലും പൂജ്യനായ അങ്ങയെ ദശരഥ മഹാരാജാവ് രാജ്യപരിപാലനത്തിനു വേണ്ടി യുവരാജാവായി അഭിഷേകം നടത്താൻ ഒരുങ്ങിയിരിക്കുന്നു. അങ്ങ് അദ്ദേഹത്തിന്റെ ആഗ്രഹത്തെ അനുകൂലിക്കും. അതോടെ രാവണനെ വധിക്കാനുള്ള അവസരം ഉണ്ടാവുകയില്ല. വാക്കു പാലിക്കണമെന്ന് വേഗം ചെന്ന് അങ്ങയെ ഓർമ്മിപ്പിക്കണം എന്നാണ് ബ്രഹ്മദേവൻ എന്നോട് പറഞ്ഞയച്ചത്. അങ്ങു സത്യസന്ധനാണ്. എങ്കിലും മനുഷ്യജന്മം സ്വീകരിക്കുകയാൽ മുൻപുള്ള കാര്യങ്ങൾ മറന്നുപോയേക്കാം. ശ്രീരാമൻ മറുപടി നൽകി, ഞാൻ ഒരിക്കലും സത്യത്തെ ലംഘിക്കുകയില്ല. അത് കരുതി ആരും വിഷമിക്കേണ്ട. പിന്നെ കാലതാമസം എന്തിനെന്നല്ലേ? അതിനും ഒരു കാരണമുണ്ട്, പറയാം. കാലസ്ഥിതി കണ്ടറിഞ്ഞു പ്രവർത്തിച്ചാലേ ലക്ഷ്യപ്രാപ്തി ഉണ്ടാവും. ശ്രീ പരമേശ്വരൻ തന്നെ കാലസ്വരൂപനല്ലേ? പൂർവജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ ഫലം ഒടുങ്ങുമ്പോഴേ ആർക്കും എന്തെങ്കിലും ചെയ്യാനാവും. മനുഷ്യപ്രയത്നം വെറും കാരണം മാത്രമാണെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ഏതായാലും നാളെ തന്നെ ഞാൻ വനത്തിലേക്ക് പോകുന്നുണ്ട്. മഹാവിഷ്ണുവിന്റെ പാദങ്ങളാണ് ഇത് സത്യം. പിന്നീട് ഞാൻ 14 വർഷം മുനിവേഷത്തിൽ വനവാസം അനുഷ്ഠിക്കുന്നുണ്ട്. അങ്ങനെ രാവണനെയും രാക്ഷസ വംശത്തെയും ഒന്നടങ്കം കൊന്നുമുടിക്കുന്നുണ്ട്. സീതയെ കാരണമാക്കി ഞാൻ രാക്ഷസ വംശത്തെയാകെ നശിപ്പിക്കും. ഇത് സത്യം. അനന്തരം നാരദൻ സന്തോഷത്തോടെ ശ്രീരാമനെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചു. യാത്രാനുമതി നേടിക്കൊണ്ട് ദേവലേ ലോകത്തേക്ക് പോയി. ഈ നാരദരാഘവ സംവാദം ഭക്തിയോടെ വായിക്കുകയോ കേൾക്കുകയോ ചിന്തിക്കുകയോ ചെയ്യുന്നവന് മോക്ഷം ലഭിക്കുമെന്നതിന് സംശയമില്ല. ഒരിക്കൽ ദശരഥ മഹാരാജാവ് ബ്രഹ്മദേവന്റെ പുത്രനും കുലഗുരുവുമായ വസിഷ്ഠനെ വന്ദിച്ചിട്ട് പറഞ്ഞു, ഗുരു, പൗരന്മാരും മന്ത്രിമാരുമെല്ലാം ശ്രീരാമന്റെ ഗുണഗണങ്ങളെ എപ്പോഴും പ്രശംസിക്കുന്നു. ഞാൻ വൃദ്ധനായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് മൂത്ത മകനായ ശ്രീരാമനെ ഭരണ ചുമതലകൾ ഏൽപ്പിക്കണം. ഇനി ഏറെ താമസിയാതെ രാജ്യാഭിഷേകം നടത്തണം. അത് എങ്ങനെയൊക്കെ വേണമെന്ന് അങ്ങു തന്നെ ചിന്തിച്ച് ഏർപ്പാട് ചെയ്യണം. ദശരഥ മഹാരാജാവ് പിന്നീട് സുമന്ത്രരോട് പറഞ്ഞു, വസിഷ്ഠ മഹർഷി അരുളി ചെയ്യുന്നതിനനുസരിച്ച് വേണ്ട കാര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. നാളെ തന്നെ ശ്രീരാമനെ ഇളമുറയായി അഭിഷേകം നടത്തണം. സുമന്ത്രരെ അഭിഷേക ചുമതലകൾ ഏൽപ്പിച്ചിട്ട് വസിഷ്ഠ മഹർഷി വേഗത്തിൽ തേരെ കയറി സന്തോഷപൂർവ്വം ശ്രീരാമചന്ദ്രന്റെ മനോഹരമായ വാസഗൃഹത്തിലെത്തി. വസിഷ്ഠൻ വന്നു നിൽക്കുന്നതറിഞ്ഞ് ശ്രീരാമചന്ദ്രൻ ചെന്നു ദണ്ഡ നമസ്കാരം ചെയ്തു. രത്നാസനത്തിൽ ആചാര്യനെ ഇരുത്തിയിട്ട് സീതയോടൊത്ത് ശ്രീരാമൻ സ്വർണ്ണക്കുടങ്ങളിലിരുന്ന ശുദ്ധജലം കൊണ്ട് ആചാര്യന്റെ പാദങ്ങൾ കഴുകിച്ച് ആ തീർത്ഥജലത്തെ ശിരസിൽ തളിച്ചു. വിശുദ്ധിയോടെ മന്ദസ്മിതം ചെയ്തുകൊണ്ട് പറഞ്ഞു, അങ്ങയുടെ പാദം കഴുകിയ പുണ്യതീർത്ഥം ശിരസിൽ അണിയാൻ കഴിഞ്ഞതുകൊണ്ട് ഞാൻ ഇന്നു ധന്യനായി. അത് കേട്ട് ചിരിച്ചുകൊണ്ട് വസിഷ്ഠ മഹർഷി പറഞ്ഞു, രാജകുമാര, കൊള്ളാം, നിന്റെ വാക്കുകൾ വളരെ നന്ന്. നിന്റെ പാദതീർത്ഥം ധരിച്ച് ശ്രീ പരമേശ്വരൻ ധന്യത നേടി. എന്റെ പിതാവായ ബ്രഹ്മദേവനും നിന്റെ പാദതീർത്ഥം ധരിച്ച് പരിശുദ്ധനായി. രാജാവേ, നീ ഇപ്പോൾ പറഞ്ഞത് ലോകരെ ഗ്രഹിപ്പിക്കാൻ വേണ്ടിയാണ്. നീ ആരാണെന്നുള്ളത് എനിക്ക് നല്ലതുപോലെ അറിയാം. സാക്ഷാൽ പരബ്രഹ്മ സ്വരൂപനായ പരമാത്മാവ് തന്നെ ലക്ഷ്മി ദേവിയോടൊത്ത് ഇവിടെ ജനിച്ചിരിക്കുകയാണ്. ദേവന്മാരുടെ അഭീഷ്ടങ്ങൾ സാധിക്കാനും കാരുണ്യത്തോടെ ഭക്തജനങ്ങൾക്ക് മോക്ഷം നൽകാനും രാവണനെ വധിച്ച് 3 ലോകങ്ങളിലുള്ളവരുടെയും ദുഃഖം ഇല്ലാതാക്കാനും വേണ്ടി അവതരിച്ച ലക്ഷ്മിപതയും ദേവകാര്യത്തിന് തടസ്സമുണ്ടാകരുതെന്ന് കരുതിയാണ് ഞാൻ ഇതൊക്കെ പരസ്യമാക്കാത്തത്. മായാമനുഷ്യനായി ജീവിച്ച് അവതാര ലക്ഷ്യങ്ങൾ സാധിക്കുക. ആചാര്യനായ ഈ ഞാൻ അങ്ങയുടെ ശിഷ്യനാണ്. ലോകഹിതത്തിനു വേണ്ടി അങ്ങ് ഉപദേശിക്കണം. സകല ചരാചരങ്ങളുടെയും ആചാര്യനായ അങ്ങ് വാസ്തവത്തിൽ പിതൃക്കളുടെ കൂടി പിതാമഹനാണ്. ഇന്ദ്രിയങ്ങൾക്ക് വിഷയമാകാതെ സകലതിനും അന്തര്യാമിയായി ഈ പ്രപഞ്ച യന്ത്രത്തെ വഹിക്കുന്ന നീ ശുദ്ധ സത്വാത്മകമായ ഒരു ശരീരം ധരിച്ചു. തനിക്ക് അധീനമായ ജന്മത്തോടെ മനുഷ്യവേഷത്തിൽ നാരദപുത്രനായി ദശരഥപുത്രനായി മായ കൊണ്ട് ഭൂമിയിൽ ജനിക്കും എന്ന കാര്യം നേരത്തെ തന്നെ ബ്രഹ്മാവ് പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നിന്നോട് ബന്ധപ്പെടാനുള്ള മോഹത്തോടെ മുൻകൂട്ടി ഇവിടെ വന്ന് സൂര്യവംശത്തിന്റെ പൗരോഹിത്യം ഞാൻ ഏറ്റെടുത്തത്. നിന്ദ്യമായ പ്രവൃത്തി ചെയ്യേണ്ടി വന്നാലും അതിന് നല്ല ഫലമുണ്ടാവുകയാണെങ്കിൽ ആ പ്രവൃത്തി ശ്രേഷ്ഠമായി തീരും. ഇന്ന് എന്റെ ആഗ്രഹം സഫലമായി. ഇനിയും എനിക്ക് ഒന്നേ അപേക്ഷിക്കാനുള്ളൂ. ലോകേശ്വര, ലോകത്തെയാകെ മോഹിപ്പിക്കുന്ന നിന്റെ മായാഭഗവതി, എന്നെ മോഹിപ്പിക്കരുത്. നിന്നോടുള്ള ചർച്ച കൊണ്ട് ഞാൻ എല്ലാം പറഞ്ഞുപോയി. ഇതൊന്നും ഒരിടത്തും എനിക്ക് പറയാവുന്നതല്ല. രാജകുമാര,
ദശരഥ മഹാരാജാവ് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്. നാളെ നിനക്ക് അഭിഷേകം നടക്കാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്ന കാര്യം നേരിട്ടറിയിക്കാനാണ്. ഞാൻ താമസിയാതെ മറ്റു കാര്യങ്ങളൊക്കെ ഒരുക്കാം. പുലർച്ചയ്ക്ക് തന്നെ നീ വന്നു ചേരണം. ഇങ്ങനെ പറഞ്ഞിട്ട് മഹർഷി തേരിൽ കയറി യാത്രയായി. അനന്തരം ശ്രീരാമൻ രഹസ്യമായി ലക്ഷ്മണനോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അടുത്ത ദിവസം അച്ഛൻ സന്തോഷത്തോടെ എന്നെ യുവരാജാവായി അഭിഷേകം ചെയ്യും. ഇക്കാര്യത്തിൽ ഞാൻ ഒരു നിമിത്തം മാത്രമാണ്. ഭരണകർത്താവും രാജ്യസുഖം അനുഭവിക്കുന്നവനും നീയാണ്. കുഞ്ഞേ, നീ എന്റെ ജീവനാണ്, ശരീരത്തിന് പുറത്തു നിൽക്കുന്ന ജീവൻ. അതുകൊണ്ട് നീ ഈ ഉത്സവത്തിന് ഒരുങ്ങിക്കൊള്ളുക. നീ എന്നോട് തുല്യനാണ്. കാര്യങ്ങളിലൊന്നും നമ്മോട് മത്സരിക്കാൻ ആരുമില്ല. ഈ ഭാഗങ്ങളാണ് നമുക്ക് ഇന്ന് പാരായണം ചെയ്യാനുള്ളത്. ഓ സർവവിഘ്നഹരം ദേവം സർവവിഘ്നവിവർജിതം സർവസിദ്ധിപ്രദാതാരം വന്ദേഹം ഗണനായകം. സരസ്വതി നമസ്തുഭ്യം വരദേ ക്ഷമിക്കണം, ഒരു കോള് വന്നു. സർവവിഘ്നഹരം ദേവം സർവവിഘ്നവിവർജിതം സർവസിദ്ധിപ്രദാധാരം വന്ദേഹം ഗണനായകം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേശ്വരവിസ്വരൂപം ആര്യപാദം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ഭക്തിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ഹരി ശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതി ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. താർമകൽക്കൻപുള്ള തത്തേ വരികടോ താമസശീലമകറ്റേണമാശു നീ രാമദേവൻ
ചരിതാമൃതമിന്നിയും ആമോദമുൾക്കൊണ്ടു ചൊല്ലു സരസമായി. എങ്കിലോ കേൾപ്പിൻ ചുരുക്കി ഞാൻ ചൊല്ലുവൻ പങ്കമെല്ലാം അകലും പല ജാതിയും സങ്കടമേതും വരികയുമില്ലല്ലോ. പങ്കജനേത്രൻ കഥകൾ കേട്ടേടിനാൽ ഭാർഗവിയാകിയ ജാനകി തന്നെ ഭാഗ്യജലനിധിയാകിയ രാഘവൻ ഭാർഗവൻ തന്നെ ദർപ്പം ശമിപ്പിച്ചു മാർഗവും പിന്നിട്ടയോധ്യാപുരി പോക്കു താതനോടും നിജ മാതൃജനത്തോടും താതൃസുതനാം ഗുരുവരൻ തന്നോടും ഭ്രാതാക്കളോടും പടയോടും ഒന്നിച്ചു മേദിനി പുത്രിയാം ഭാമിനി തന്നോടും വന്നെതിരേറ്റൊരു പൗരജനത്തോടും ചെന്നു മഹാരാജധാനിയകം പോക്കു വന്നിതു സൗഖ്യം ജഗത്തിന്നു രാഘവൻ തന്നെ നാനാ ഗുണഗണം കാൺകയാൽ രുദ്രൻ പരമേശ്വരൻ ജഗദീശ്വരൻ കദ്രുസുതഗണഭൂഷണഭൂഷിതൻ ചിദ്രൂപനാദ്വയൻ മൃത്യുഞ്ജയൻ പരൻ ഭദ്രൻ പ്രദൻ ഭഗവാൻ ഭവഭഞ്ജനൻ രുദ്രാണിയാകിയ ദേവിക്കുടൻ രാമഭദ്രകഥാമൃതസാരം കൊടുത്തപ്പോൾ വിദ്രുമതുല്യാധരിയായ ഗൗരിയാം അദ്രിസുതയുമാനന്ദ വിവശയായി ഭർതൃപാദ പ്രണാമം ചെയ്തു സമ്പൂർണ്ണ ഭക്തിയോടും പുനരേ അരുൾ ചെയ്തു നാരായണൻ നളിനായതനലോചനൻ നാരീജന മനോമാഹനൻ മാധവൻ നാരദസേവ്യൻ നളിനാസനപ്രിയൻ നാരകാരാതി നളിന ശരഗുരുനാഥൻ നരസകൻ നാനാജഗന്മയൻ നാഥവിദ്യാത്മകൻ നാമസഹസ്രവാൻ നാളീകരമ്യവദനൻ നരകാരി നാളീകബാന്ധവ വംശസമുദ്ഭവൻ ശ്രീരാമദേവൻ പരൻ പുരുഷോത്തമൻ കാരുണ്യവാരിധി കാമഫലപ്രദൻ രാക്ഷസവംശവിനാശന കാരണൻ സാക്ഷാൽ മുകുന്ദനാനന്ദപ്രദൻ പുമാൻ ഭക്തജനോത്തമ ഭുക്തി മുക്തിപ്രദൻ ശക്തി വിമുക്തൻ വിമുക്തഹൃദിസ്ഥൻ വ്യക്തൻ അവ്യക്തൻ അനന്തനാമയൻ ശക്തിയുക്തൻ ശരണാഗതവത്സലൻ നക്തഞ്ജരേശ്വരനായ ദശാസ്യനു മുക്തി കൊടുത്തവൻ തന്റെ ചരിത്രങ്ങൾ നക്തന്തിനം ജീവിതാവധി കേൾക്കിലും തൃപ്തി വരാമമ വേണ്ടേ ഭക്തിയും ഇത്തം ഭഗവതി ഗൗരി മഹേശ്വരി ഭക്ത്യാ പരമേശ്വരനോടു ചൊന്നപ്പോൾ മന്ദസ്മിതം ചെയ്തു മന്മദനാശനൻ സുന്ദരി കേട്ടുകൊള്ളുന്ന എങ്കിലൊരു ദാശരഥി രാമൻ പങ്കജലോചനൻ ഭക്തപരായണൻ മംഗളദേവതാ കാമുകൻ രാഘവൻ അങ്കജനാശനവന്ദിതൻ കേശവൻ അങ്കജലീല പൂണ്ടന്തപുരത്തിങ്കൽ മംഗളഗാത്രിയാം ജാനകി തന്നോടും നീലോൽപലതള ശ്യാമള വിഗ്രഹൻ നീലോൽപലാഭൻ നിരുപമൻ നിർമ്മലൻ നീലകളപ്രിയൻ നിത്യൻ നിരാമയൻ രത്നാഭരണ വിഭൂഷിതഗാത്രനായി രത്നസിംഹാസനം തന്മേനാലകം തന്മേലനാകലം രത്നദണ്ഡം പൂണ്ടവൻ ചാമരം കൊണ്ടു പത്നിയാൽ വീജിതനായതി കോമളൻ ബാലനിശാകര ബാലദേശേളസന്മാലേയ പങ്കമലങ്കരിച്ചിങ്ങനെ ബാലാർക്കസന്നിഭ കൗസ്തുഭകന്ധരൻ രാലേയ ഭാനുസമാം സമം ലീലയാ താംബൂല ചൗവാണധൈരതിവേലം വിനോദിച്ചിരുന്നരുളും നേരം ആലോകനാർത്ഥം മഹാമുനി നാരദൻ ഭൂലോകമപ്പോൾ അലങ്കരിച്ചിടിനാൻ മുക്തശരചന്ദ്രതുല്യ തേജസ്സുടും ശുദ്ധ സ്ഫടിക സങ്കാശ ശരീരനായി സത്വരമമ്പരത്തിങ്കൽ നിന്നാദരാൽ തത്രൈവ വേഗാലവതരിച്ചിടിനാൻ ശ്രീരാമദേവനും സംഭ്രമം കൈക്കൊണ്ടു നാരദനെ കൊണ്ടെഴുന്നേറ്റു സാദരം നാരീമണിയായ ജാനകി തന്നോടും പാരിൽ വീണാശു നമസ്കരിച്ചിടിനാൻ പാദ്യാസനം ആചമനീയാർഘ്യപൂർവകമാദ്യേന പൂജിതനായൊരു നാരദൻ തന്നി
ലോകത്താലിരുന്നൊരു രാഘവൻ മന്ദസ്മിതം പൂണ്ടു വന്ദിച്ചു സാദരം മന്ദം മുനിവരൻ തന്നോടരുൾ ചെയ്തു വന്ദേ പദം കരുണാനിധേ സാമ്പ്രതം നാനാവിഷയ സംഘം പൂണ്ടുമേവിന മാനസത്തോടു സംസാരികളായുള്ള മാനവന്മാരായ ഞങ്ങൾക്കു ചിന്തിച്ചാൽ ജ്ഞാനിയാകും തവ പാദപങ്കേരുഹം കണ്ടുകൊള്ളുവാനതി ദുർലഭം പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യഫലോദയം കൊണ്ടു കാൺമനവകാശവും വന്നിതു പുണ്ടരികോദ്ഭവപുത്ര മഹാമുനെ എന്നുടെ വംശവും ജന്മവും രാജ്യവും ഇന്നു വിശുദ്ധമായി എന്നാൽ ഇനി എന്തു കാര്യമെന്നു പുനരെന്നോടരുൾ ചെയ്യുക വേണം ദയാനിധേ എന്തൊരു കാര്യം നിരൂപിച്ചെഴുന്നള്ളി സന്തോഷം ഉൾക്കൊണ്ടരുൾ ചെയ്യുകയും വേണം മന്ദനെന്നാകിലും കാരുണ്യമുണ്ടെങ്കിൽ സന്ദേഹമില്ല സാധിപ്പിപ്പനെല്ലാമേ ഇത്തമാകർണ്യ രഘുവരൻ തന്നോടും മുഗ്ധഹാസേന മുനിവരനാകിയ നാരദനും ഭക്തവത്സലനാമനു വീരനെ നോക്കി സരസമ ചെയ്തു എന്തിനിന്നെന്നെ മോഹിപ്പിപ്പതിന്നു നീ സന്തതം ലോകാനുകാരികളായതി ചാതുര്യമുള്ളൊരു വാക്കുകളേറ്റവും മാധുര്യമോടു ചൊല്ലിയിടുന്നതിങ്ങനെ മുക്തങ്ങളായുള്ള വാക്യങ്ങളെ കൊണ്ടു ചിത്തമോഹം വളർക്കേണ്ട രഘൂപതേ ലൗകികമായുള്ള വാക്യങ്ങൾ എന്നാലും ലോകോത്തമന്മാർക്കു വേണ്ടി വരൂ യോഗേശ്വരനായ നീ സംസാരി ഞാനെന്നു ലോകേശ ചൊന്നതു സത്യമത്തേ ദൃഢം സർവജഗത്തിനും കാരണബോധയായി സർവമാതാവായ മായ ഭഗവതി സർവജഗത്പിതാവാകിയ നിന്നുടെ ദിവ്യഗൃഹിണിയാകുന്നതു നിർണയം ഈരേഴു ലോകവും നിന്റെ ഗൃഹമപ്പോ ചേരും ഗൃഹസ്ഥനാകുന്നതെന്നുള്ളതും നിന്നുടെ സന്നിധി മാത്രേണ മായയിൽ നിന്നു ജനിക്കുന്നു നാം പ്രജ സംഭവനാദിതൃണാന്തമൊന്നൊഴിയാതെ ചരാചര ജന്തുക്കൾ ഒക്കവേ നിന്നപത്യം പുനരാകയാൽ ഒക്കും പറഞ്ഞതു സംസാരി എന്നതും ഈ കണ്ട ലോക ജന്തുക്കൾക്കു സർവദാ മുഖ്യനാകും പിതാവായതും നീയല്ലോ ശുക്ലരക്താസിത വർണ്ണഭേദം പൂണ്ടു സത്വരജസ്തമോ നാമഗുണത്രയയുക്തയായിടിന വിഷ്ണു മഹാമായ ശക്തിയല്ലോ തവ പത്നിയാകുന്നതും സത്വങ്ങളെ ജനിപ്പിക്കുന്നതും അവൾ സത്യം ത്യയോത്തമതിനില്ല സംശയം പുത്രമിത്രാർത്ഥകളത്ര വസ്തുക്കളിൽ സക്തനായുള്ളൂ ഗൃഹസ്ഥൻ മഹാമതേ ലോകത്രയ മഹാഗേഹത്തിനു ഭവാൻ ഏകനായൊരു ഗൃഹസ്ഥനാകുന്നതും നാരായണൻ നീരമാദേവി ജാനകി മാരാരിയും നീയുമാദേവി ജാനകി സാരസ സംഭവനായതും നീ തവ ഭാരതി ദേവിയാകുന്നതും ജാനകി ആദിത്യനല്ലോ ഭവാൻ പ്രഭാ ജാനകി ശീതകിരണം നീ രോഹിണി ജാനകി ആദിദേഹാധിപൻ നീ ശുചി ജാനകി ജാതവേദസ്സു നീ സ്വാഹാ മഹീസുത അർക്കജൻ നീ ദണ്ഡനീതിയും ജാനകി രക്ഷോവരൻ ഭവാൻ താമസി ജാനകി പുഷ്കരാക്ഷൻ ഭവാൻ ഭാർഗവി ജാനകി ചക്രദൂതൻ നീ ഗതാഗതി ജാനകി രാജരാജൻ ഭവാൻ സമ്പത്കരി സീത രാജരാജൻ നീ വസുന്ധര ജാനകി രാജപ്രവരകുമാരൂപദേ രാജീവലോചന രാമാദയാനിദേ രുദ്രനല്ലോ ഭവാൻ രുദ്രാണി ജാനകി സ്വരൂപിണി ജാനകി വിസ്തരിച്ചെന്തിനേറെ പറഞ്ഞിടുന്നു സത്യപരാക്രമ സദ്ഗുണവാരിധേ യാതൊന്നു പുല്ലിംഗവാചകം വേദാന്തവേദ്യ തത്സർവഭൂമേവനി ചേതോ വിമോഹന സ്ത്രീലിംഗവാചകം യാതൊന്നതൊക്കവേ ജാനകി ദേവിയും നിങ്ങളിരുവരും എന്നിയെ മറ്റൊന്നും എങ്ങുമേ കണ്ടില്ല കേൾപ്പാനുമില്ലല്ലോ അങ്ങനെയുള്ളൊരു നിന്നെ തിരഞ്ഞറിഞ്ഞെങ്ങനെ സേവിച്ചു കൊള്ളൂ ജഗത്പദേ മായയാ മൂടി മറഞ്ഞിരിക്കുന്നൊരു നീയല്ലോ നൂനം നവ്യാകൃതമായതും
പിന്നെ അതിങ്കൽ നിന്നുണ്ടായി മഹത്തത്വം എന്നതിങ്കൽ നിന്നുണ്ടായി സൂത്രവും സർവാത്മകമായ ലിംഗമതിങ്കൽ നിന്നുർവീപതേ പുനരുണ്ടായി ചമഞ്ഞതും എന്നത് അഹങ്കാര ബുദ്ധി പഞ്ചപ്രാണനിന്ദ്രിയജാല സംയുക്തമായോ ജന്മാമൃതി സുഖ ദുഃഖാദികളുണ്ടോ നിർമ്മലന്മാർ ചൊല്ലാവതല്ലാത അനാദ്യ വിദ്യാഖ്യയെ ചൊല്ലുന്നു കാരണോപാധി എന്നും ചിലർ സ്ഥൂലവും സൂക്ഷ്മവും കാരണമെന്നതും മൂലമാം ചിത്തിനുള്ളൂരുപാധിത്രയം എന്നിവറ്റാൽ വിശിഷ്ടം ജീവനായതും അന്യൂനനാം പരൻ യുക്തൻ വിഭോ സർവപ്രപഞ്ചത്തിനും ബിംബഭൂതനായി സർവോപരിസ്ഥനായി സർവസാക്ഷിയായി തേജോമയനാം പരൻ പരമാത്മാവുരാജീവലോചനനാകുന്ന നീയല്ലോ നിങ്ങൾ നിന്നുണ്ടായി വരും ഇതു ലോകങ്ങൾ നിങ്ങൾ പ്രതിഷ്ഠിതമായിരിക്കുന്നതും നിങ്ങളത്രേ ലയിക്കുന്നതുമൊക്കവേ നിൻകളിയാകുന്നതൊക്കെ ഓർക്കും വിധോ കാരണമെല്ലാറ്റിനും ഭവാൻ നിർണയം നാരായണ നരകാരേ നരാധിപാം ജീവനും രഞ്ജുവിങ്കൽ സർപ്പമെന്നുള്ള ഭാവന കൊണ്ടു ഭയത്തെ വഹിക്കുന്നു നേരെ പരമാത്മാ ഞാൻ എന്നറിയുമ്പോൾ തീരും ഭവഭയ മൃത്യുദുഃഖാദികൾ ത്വത്കഥാ നാമശ്രവണാദി കൊണ്ടുടൻ ഉൾക്കാമ്പിലുണ്ടായി വരും ക്രമാൽ ഭക്തിയും ത്വത്പാദ പങ്കജ ഭക്തി മുഴുക്കുമ്പോൾ ത്വദ്ബോധവും മനക്കാമ്പിലുദിച്ചിടും ഭക്തി മുഴുത്തു തത്വജ്ഞാനമുണ്ടായാൽ മുക്തിയും വന്നിടുമില്ല സംശയം ഭക്തഭൃത്യന്മാർ ഏകനെന്നൽപജ്ഞനാം എന്നെയും കരുതേണമേ മായയാൽ എന്നെ മോഹിപ്പിയാതെ ജഗന്നായക നിത്യം അനുഗ്രഹിക്കേണമേ ത്വന്നാഭിപങ്കജത്തിങ്കൽ നിന്നേകത മുന്നമുണ്ടായി ചതുർമുഖൻ പിത നിന്നുടെ പൗത്രനായി ഭക്തനായി മേവിനോരെന്നെ അനുഗ്രഹിക്കേണം വിശേഷിച്ചും പിന്നെയും വീണു നമസ്കരിച്ചിന്നിവണ്ണം പറഞ്ഞിടിനാൻ നാരദൻ ആനന്ദ ബാഷ്പ പരിപ്ലുപ്ത നേത്രനായി വീണാതരം മുനി പിന്നെ ചൊല്ലി ഇപ്പോൾ ഈ വീടേക്കു ഞാൻ വന്ന കാരണം ഉത്പല സംഭവൻ തന്റെ നിയോഗത്താൽ രാവണനെ കൊന്നു ലോകങ്ങൾ പാലിപ്പാൻ ദേവകളോടരുൾ ചെയ്തതു കാരണം മർത്യനായി വന്നു ജനിച്ചു ദശരഥ പുത്രനായെന്നതോ നിശ്ചയമെങ്കിലും പൂജ്യനായൊരു ഭവാനി ദശരഥൻ രാജ്യരക്ഷാർത്ഥം അഭിഷേകമിക്കാലം ചെയ്യുമാറെന്നൊരും പെറ്റിരിക്കുന്നിതു നീയുമതിനനുകൂലനായി വന്നിടും പിന്നെ ദശമുഖനെ കൊന്നുകൊള്ളുവാൻ എന്നും അവകാശമുണ്ടായി വരായല്ലോ സത്യത്തെ രക്ഷിച്ചു കൊള്ളുകെന്നോട് സത്വരം ചെന്നു പറകെന്നരുൾ ചെയ്തു സത്യസന്ധൻ ഭവാനെങ്കിലും മാനസേ മർത്യജന്മം കൊണ്ടു വിസ്മൃതനായി വരും ഇത്തരം നാരദൻ ചൊന്നതു കേട്ടതിനുത്തരമായരുൾ ചെയ്തിതു രാഘവൻ സത്യത്തെ ലംഘിക്കയില്ലൊരു നാളും ഞാൻ ചിത്തെ വിഷാദമുണ്ടായതു മൂലം കാലവിളംബനം എന്തിനെന്നല്ലല്ലേ മൂലമതിനുണ്ടെന്നതും പറഞ്ഞിടുവൻ കാലാവലോകനം കാര്യസാധ്യം നൃണാം കാലസ്വരൂപനല്ലോ പരമേശ്വരൻ പ്രാരാബ്ധ കർമ്മ ഫലൗകക്ഷയം വരും നേരത്തൊഴിഞ്ഞു മറ്റാവതില്ലാർക്കുമേ കാരണമാത്രം പുരുഷപ്രയാസമെന്നാരും അറിയാതിരിക്കൽ നാളെ വനത്തിനു പോകുന്നതുണ്ടു ഞാൻ നാളികലോചനൻ പാദങ്ങൾ തന്നാണെ പിന്നെ ചതുർദശ വത്സരം വനം തന്നിൽ മുനിവേഷമോടുവാണിടുവൻ എന്നാൽ നിശാചര വംശവും രാവണൻ തന്നെയും കൊന്നു മുടിക്കുന്നതുണ്ടല്ലോ സീതയെ കാരണബോധയാക്കിക്കൊണ്ടു നാശം വരുത്തുവൻ സത്യമിതെന്നരുൾ ചെയ്തു രഘുപതി ചിത്തപ്രമോദേന നാരദൻ അന്നേരം രാഘവൻ തന്നെ പ്രദക്ഷിണവും ചെയ്തു വേഗേന ദണ്ഡ നമസ്കാരവും ചെയ്തു ദേവമുനീന്ദ്രൻ അനുജ്ഞയും കൈക്കൊണ്ടു ദേവലോകം ഗമിച്ചേടി നാരദ രാഘവ സംവാദമിങ്ങനെ നേരെ പഠിക്കതാൻ
കേൾക്കതാനോർക്കതാൻ ഭക്തി കൈക്കൊണ്ടു ചെയ്യുന്ന മനുഷ്യനു മുക്തി ലഭിക്കും അതിനില്ല സംശയം. ശേഷമിന്നും കഥ കേൾക്കണമെങ്കിലു ദോഷമകലുവാൻ ചൊല്ലുന്നതുണ്ടു ഞാൻ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ചൊല്ലുന്നില്ലേ? ആ ശരി. ശ്രീരാമാഭിഷേകാരംഭം. എങ്കിലോ രാജാ ദശരഥനേകഥാ സംഘരിതാനന്ദമം മാറിയിരിക്കുമ്പോൾ പങ്കജ സംഭവ പുത്രൻ വസിഷ്ഠനാം തൻ കുലാചാര്യനെ വന്നിച്ചു ചൊല്ലിനാൻ. പൗരജനങ്ങളും മന്ത്രിമുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നത് എപ്പോഴും. ഓരോ ഗുണഗണം കണ്ടവർക്കുണ്ടകാരിലാനന്ദമതിനില്ല സംശയം. വൃദ്ധനായി വന്നിതു ഞാനുമൊട്ടാകയാൽ പുത്രരിൽ ജ്യേഷ്ഠനാം രാമകുമാരനെ പൃഥ്വീപരിപാലനാർത്ഥം അഭിഷേകം എത്രയും വൈകാതെ ചെയ്യണമെന്നു ഞാൻ കൽപ്പിച്ചതിപ്പോഴു തന്നെയെങ്കിലതു ഭൂവിലോട്ടു നിയോഗിക്കുകയും വേണം. ഇപ്രജകൾക്കനുരാഗമഭംഗരുണ്ട് എപ്പോഴുമേറ്റം അതോർത്തു കണ്ടീലയോ. വന്നീലമാതുരനെ കാൺമതിനേറെ മുന്നമേ പോയ ഭരത ശത്രുഘ്നന്മാർ വന്നു മുഹൂർത്തമടുത്ത ദിനം തന്നെ. പുണ്യമതീവ പുഷ്യം നല്ല നക്ഷത്രം. എന്നാൽ അവർ വരുവാൻ വാർത്തയില്ലിനി ഒന്നുകൊണ്ടു മധു നിർണയം മാനസേ. എന്നാൽ അതിനു വേണ്ടുന്ന സംഭാരങ്ങൾ ഇന്നു തന്നെ സംഭരിച്ചിടണം. രാമനോടും നെന്തിരുപടി വൈകാതെ സാമോദം ഇപ്പോഴേ ചെന്നറിയിക്കണം. തോരണ പങ്ക്തികളെല്ലാം ഉയർത്തുക ചാരൂപകാവകളോടും അത്യുന്നതം ഘോരമായുള്ള പെരുമ്പറനാദവും കൂലിക്കടുക്കുകളൊക്കെ മുഴങ്ങവേ. മന്നവനായ ദശരഥനാഥനാൽ പിന്നെ സുമന്ത്രരെ നോക്കി അരുൾ ചെയ്തു. എല്ലാം വസിഷ്ഠനരുളി ചെയ്യും വണ്ണം കല്യാണം ഉൾക്കൊണ്ടൊരുക്കി കൊടുക്ക നീ. നാളെ വേണം അഭിഷേകമിളമയായി നാളിക നേത്രനാം രാമനു നിർണയം. നാഞ്ചിതനായ സുമന്ത്രരും അന്നേരം വന്നിച്ചു ചൊന്നാൻ വസിഷ്ഠനോടാദരാൽ. എന്തോന്നു വേണ്ടുന്നതെന്നരുൾ ചെയ്താലും അന്തരമെല്ലിയെ സംഭരിച്ചിടുവൻ. ചിറ്റേ നിരൂപിച്ചു കണ്ടു സുമന്ത്രരോടിച്ചം വസിഷ്ഠ മുനിയും അരുൾ ചെയ്തു. കേൾക്കാം നാളെ പുലർകാലെ ചമയിച്ചു ചെറുക്കണ്ണിമാരായ കന്യകമാരെല്ലാം മധ്യകക്ഷി 16 പേർ നിൽക്കണം. മത്തകങ്ങളെ പൊന്നണിയിക്കണം. ഐരാവതകുലജാതനാം 40 വരേണമലങ്കരിച്ചങ്കണി ദിവ്യനാനാദൂർധവാരി പൂർണ്ണങ്ങളായി ദിവ്യരത്നങ്ങളും വിശിഷ്ടമായി സ്വർണ്ണ കലശ സഹസ്രം മലയജ വർണ്ണങ്ങൾ കൊണ്ടു വാൾകെട്ടി വച്ചിടണം. പുത്തൻ പുലിത്തോടൊരുത്തുക മുനിഹ ഛത്രം സുവർണദണ്ഡം മണിശോഭിത മുക്താമണി മാല്യരാജിക നിർമ്മല വസ്ത്രങ്ങൾ മാല്യങ്ങൾ ആഭരണങ്ങളും സൽകൃതന്മാരാ മുനിജനം വന്നിഹ നിൽക്ക കുശപാണികളായി സഭാന്തികെ നർത്തകിമാരോത്പാരവധൂജനം നർത്തക ഗായക വൈണിക വർഗവും ദിവ്യവാദ്യങ്ങളെല്ലാം പ്രയോഗിക്കണം. ഈശ്വരാങ്കണേ നിന്നു മനോഹരം ഹസ്യശ്വഭക്തിരധാതി മഹാബലം വസ്ത്രാദ്യലങ്കാരമോട് വന്നിടണം. ദേവാലയങ്ങൾ തോറും ബലിപൂജയും ദീപാവലികളും വേണം മഹോത്സവം. ഭൂപാലരെയും വരുവാൻ നിയോഗിക്ക ശോഭയോടെ രാഘവാഭിഷേകാർത്ഥമായി. ഇഷ്ടം സുമന്ത്രരെയും നിയോഗിച്ചതി സത്വരം തെരിൽ കരേറി വസിഷ്ഠനും. ദാശരഥി ഗൃഹമെത്രയും ഭാസ്വരമാശു സന്തോഷേണ സംപ്രാപ്യ സാദരം. നിന്നതു നേരമറിഞ്ഞു രഘുവരൻ ചെന്നുടൻ കണ്ട നമസ്കാരവും ചെയ്താൻ. രത്നാസനവും കൊടുത്തിരുത്തി തഥാ പത്നിയോടും അതിഭക്ത്യാരഹൂതമൻ കൊൽക്കലശസ്ഥിത നിർമ്മല വാരിണ തൃക്കാൽ കഴുകിച്ചു പാദാബ്ജതീർത്ഥവും ഉത്തമാം ദേനെ ധരിച്ചു വിശുദ്ധനായി ചിത്തമോദേന ചിരിച്ചരുളി ചെയ്തു. ജീവകേളിന്നു പാദോദീർത്ഥം ധരിക്കയാൽ എന്നിങ്ങനെ രാമചന്ദ്രവാക്യം കേട്ടു നന്നായി ചിരിച്ചു വസിഷ്ഠനരുൾ ചെയ്തു.
അന്നു നന്നത്രയം നിന്നുടെ വാക്കുകളൊന്നും ചൊല്ലുന്നതിപ്പോ നിർവാത്മജ തൽപാദ പങ്കജതീർത്ഥം ധരിക്കുക ദർഭകവൈരിയും ധന്യനായിടിനാൻ തൽപാദതീർത്ഥ വിശുദ്ധനായി വന്നിതു മൽപിതാവായ വിലിഞ്ജനം ഭൂപതേ ഇപ്പോൾ മഹാജനങ്ങൾക്ക് ഉപദേശാർത്ഥം അദ്ഭുത വിക്രമ ചൊന്നതു നീയിടോ നന്നായി അറിഞ്ഞിരിക്കുന്നിതു നിന്നെ ഞാൻ ഇന്നവനാകുന്നതെന്നതു മിന്നിടോ സാക്ഷാൽ പരബ്രഹ്മമാം പരമാത്മാവും മോക്ഷതന്മാനാജഗന്മയനീശ്വരൻ ലക്ഷ്മി ഭഗവതിയോടും ധരണയിൽ കാലമത്ര ജനിച്ചതു നിശ്ചയം ദേവകാര്യാർത്ഥം കരുണയാ രാവണനെ കൊന്നു താപം കെടുപ്പാനും ഭക്തജനത്തിനു മുക്തി സിദ്ധിപ്പാനും യുദ്ധം അവതരിച്ചിടിനാ ശ്രീപദേ ദേവകാര്യാർത്ഥമതീവ ഗുഹ്യം പുനരേവം വിളിച്ചിടാഞ്ഞതു ഞാനിതം കാര്യങ്ങളെല്ലാം അനുഷ്ഠിച്ചു സാധിക്കുക മായ മനുഷ്യനായി ശ്രീനിധി ശിഷ്യനല്ലോ ഭവാനാചാര്യനേഷ ഞാൻ ശിക്ഷിക്ക വേണം ജഗത്സിദ്ധാർത്ഥം പ്രഭു സാക്ഷാൽ ചരാചരാചാര്യനല്ലോ ഭവാൻ പിതൃഗുണാം പിതാമഹനും ഭവാൻ സർവേശ്വഗോചരനായ വൈന്ദര്യാമിയായി സർവജഗദ്യന്ത്രവാഹകനായ നീ ശുദ്ധതത്വാത്മകമായൊരു വിഗ്രഹം കൃത്വാ നിജാധീന സംഭവനായുടൻ മധ്യവേഷേണ ദശരഥപുത്രനായി പൃഥ്വീതലേ യോഗമായ യാജാതനാം എന്നതു മുന്നേ ധരിച്ചിരിക്കുന്നു ഞാൻ എന്നോട് കാലാവുകാനരുൾ ചെയ്യുകയാൽ എന്നതറിഞ്ഞത്രേ സൂര്യാലയത്തിനു മുന്നേ പുരോഹിതനായിരുന്നു മുത ഞാനും ഭവാനോട് സംബന്ധകാംക്ഷയ മൂലം പുരോഹിത കർമ്മമനുഷ്ഠിച്ചു നിത്യമായുള്ളതു ചെയ്താരൊടുക്കത്തു നന്നായി വലിയതും പിഴയല്ലോ ഇന്നോ സഫലമായി വന്നു മനോരഥമൊന്നപേക്ഷിക്കുന്നതുണ്ടു ഞാൻ ഇനിയും യോഗേശ ഹേ മഹാമായ ഭഗവതി ലോകൈകമോഹിനി മോഹിപ്പിയായികമാം ആചാര്യ നിഷ്കൃതികാമൻ ഭവാനെങ്കിലാശയം മായയാ മോഹിപ്പിയായികമേ പ്രസംഗാൽ സർവമുക്തമിപ്പോളിതമപ്രവക്തവ്യം മയാ രാമപുത്രചിൽ രാജാ ദശരഥൻ ചൊന്നതു കാരണം രാജീവനേത്ര വന്നേനിവിടേക്കു ഞാൻ ഉണ്ടഭിഷേകമടുത്ത നാളെന്നതു കണ്ടു ചൊൽവാനായുടറിവുന്നേനകം വൈദേഹിയോടും ഉപവാസവും ചെയ്തു മേദിനി തന്നെ ശയനവും ചെയ്യണം ബ്രഹ്മചര്യത്തോടിരിക്ക ഞാൻ ഓരോരും കർമ്മങ്ങൾ ചെന്നൊരുക്കുവാൻ വൈകാതെ വന്നേടുഷസിനു നീ എന്നരുൾ ചെയ്തു ചെന്നു കരേറി മുനിശ്രേഷ്ഠനും പിന്നെ ശ്രീരാമനും ലക്ഷ്മണൻ തന്നോടും നന്നേ തിരിച്ചരുൾ ചെയ്തു രഹസ്യമായി താതനെനിക്ക് അഭിഷേകമിളമയായി മോദേന ചെയ്യൂമടുത്ത നാൾ നിർണയം തത്ര നിമിത്ത മാത്രം ഞാൻ അതിനൊരു കർത്താവു നീ രാജ്യഭോക്താവ് നീയത്രേ വത്സ മമത്വം ബലിപ്രാണനാകയാൽ ഉത്സവത്തിനു കൂപ്പിട്ടുകൊള്ളുകാശുവേ മത്സമനാകുന്നതും ഭവാൻ നിർണയം മത്സരിപ്പാനില്ലതിനു നമ്മോടാരും ഇത്തരമോരോന്നുരൾ ചെയ്തിരിക്കുമ്പോൾ ശീഘ്രഗേഹം പ്രവശ്യവശിഷ്ടനും വൃത്താന്തമെല്ലാം ദശരഥനോടും ചിത്തമോദാലറിയിച്ചു സമസ്തവും രാജീവ സംഭവാനന്ദനൻ തന്നോടു രാജാ ദശരഥനാനന്ദപൂർവകം രാജീവനേത്രാഭിഷേക വൃത്താന്തങ്ങൾ പൂജാവിധാനേന ചൊന്നതു കേൾക്കയാൽ കൗസല്യയോടും സുമിത്രയോടും ചെന്നു കൗതുകമോടറിയിച്ചാനുരൂപമാൻ സമ്മോദം ഉൾക്കൊണ്ടതു കേട്ട നേരത്തു നിർമ്മലമായൊരു മാര്യവും നൽകിനാൾ കൗസല്യം തനയാവിദ്യാർത്ഥമായി കൗതുകമോടു പൂജിച്ചതു ലക്ഷ്മി നാഥേ മഹാദേവി നീയേ തുണയെന്നും ചേതസി ഭക്ത്യാ വണങ്ങി വാണിടിനാൾ ശ്രീരാമചന്ദ്ര പ്രഭു വാഹിമാ വാഹിമാ. ഓം ശ്രീ ആഞ്ജനേയ സ്വാമിക്ക് ജയ്. ഇന്നത്തെ രാമായണ പാരായണം എല്ലാ ഗുരുക്കന്മാരുടെയും അനുഗ്രഹാശസ്സുകളോടെ ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ പാദാരവിന്ദങ്ങളിൽ പുഷ്പാഞ്ജലിയായി സമർപ്പിക്കുന്നു. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ.
ഓം ശാന്തി ശാന്തി ശാന്തി. ഓം തത്സത്. ശ്രീ ഗുരുഭ്യോ നമഃ. നമസ്തേ. നാളെ വൈകുന്നേരം വീണ്ടും കാണാം. നന്ദി. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.